ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം. കേരളത്തിൻ്റെ നമ്പർ 1 FM ക്ലബ് FM-ൽ ഇത് പ്രണയിക്കുന്നവരുടെ സ്വന്തം നേരം, ലവ് ബൈറ്റ്സിൻ്റെ നേരം വിത്ത് റീനു. ജീവിതകാലം മുഴുവനും നമ്മെ സ്നേഹിക്കാത്തവരുമായി കഴിയുന്നതിനേക്കാളും നമ്മെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളുമായി കുറച്ചു നേരം ചിലവഴിക്കുമ്പോഴാണ് ജീവിതം മനോഹരമാവുന്നത്. പക്ഷെ നമ്മളെ ജീവനെപ്പോലെ സ്നേഹിക്കുന്ന 2 പേരുണ്ടെങ്കിലോ, രണ്ടിലാരാണ് കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ, 2 പേരോടും നമുക്ക് ഒരുപോലെയാണ് ഇഷ്ടമെങ്കിലോ, എങ്കിൽ കുടുങ്ങിയില്ലേ? അങ്ങനെ വരില്ല. എപ്പോഴും നമുക്ക് ഒരാളോടൊരു ഇഷ്ടക്കൂടുതൽ കാണും എന്ന് പറഞ്ഞുകൊണ്ട് പ്രണയിക്കുന്ന എല്ലാവരെയും ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാം. സ്റ്റേ ട്യൂൺഡ്. കാരണം ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. കേരളത്തിൻ്റെ നമ്പർ 1 FM ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ്. കൂടെ റീനു മാത്രമല്ല, എത്തിയിരിക്കുന്നയാളുടെ പേരെന്താ? ദീപക് പി. എന്ത് ചെയ്യുന്നു ദീപക്? ഞാൻ HDFCയുടെ തന്നെ ADOSലെ ഒരു സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ എനിക്ക് കുറച്ച് പൈസയ്ക്ക് ലോണിനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നാൽ മതിയോ? അയ്യോ, പൈസയുടെ അല്ല, അത് ക്രെഡിറ്റ് കാർഡിൻ്റെ ഡിവിഷനാണ്. ക്രെഡിറ്റ് കാർഡ് ഒരെണ്ണം വേണം, അത് തരുമോ? ഞങ്ങളല്ല കൊടുക്കുന്നത്. ആ കണ്ട, എല്ലാത്തിനും ഒഴിവാണ്. അപ്പോൾ ഒരു തരത്തിലും എന്നെ സഹായിക്കത്തില്ല എന്നല്ല, ക്രെഡിറ്റ് കാർഡ് എടുത്തതിന് ശേഷം ഞങ്ങളുടെ അടുത്തൊക്കെ ഒരു ഡൗട്ടിന് വേണ്ടിയിട്ട് വിളിക്കുകയാണെങ്കിൽ ഇപ്പം എന്തെങ്കിലും പൈസ അടച്ചിട്ടില്ല. ഓ, എൻ്റെ സംശയങ്ങൾ നിങ്ങൾ പരിഹരിച്ചു തരാമെന്ന്. അങ്ങനെ അതുകൊണ്ട് എനിക്ക് കാര്യമൊന്നുമില്ല കേട്ടോ. കാശിന് കുറേ ആവശ്യമുണ്ട്. കാരണം പ്രണയത്തിലായി കഴിയുമ്പോൾ പൈസക്ക് ഭയങ്കര ആവശ്യമില്ലേ? പിന്നെ ഭയങ്കര ആവശ്യം. അനുഭവസ്ഥനാണല്ലേ? ശരി. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ ഇന്ന് മുഴുവൻ എൻ്റെ കൂടെ ഉണ്ടാവും ദീപക്. ദീപകിൻ്റെ ആദ്യ പ്രണയം തൊട്ട് നമുക്ക് ചുരുളഴിക്കാം ക്ലബ് FM-ലെ ഈ പാട്ടുകൾക്ക് ശേഷം. സ്റ്റേ ട്യൂൺ ഫോർ ടൺ കണക്കിന് റൊമാൻസ്. ട്യൂൺ ചെയ്തിരിക്കുന്നത് ക്ലബ് FM ആണ്. കേട്ടുകൊണ്ടിരിക്കുന്നു ലവ് ബൈറ്റ്സ്. എൻ്റെ കൂടെ HDFC ബാങ്കിലെ ക്രെഡിറ്റ് കാർഡിൻ്റെ സെക്ഷനിലാണ്, പക്ഷേ കാർഡ് തരത്തില്ല എന്ന് പറഞ്ഞ ദീപക്കാണ്. ദീപക് ആദ്യമായിട്ടാണ് പ്രണയിച്ചത്? ഞാൻ പഠിക്കുന്നതിന് മുമ്പാണ്. പഠിക്കുന്നതിന് പിന്നെന്ന് വെച്ചാൽ ഡിഗ്രിക്ക് വേണ്ടിയിട്ട്. ആദ്യമായിട്ട് ഡിഗ്രിയാണോ പഠിച്ചത്? അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞു. ലവിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പാണ്. ഓ അങ്ങനെ. പക്ഷെ ഈ സ്കൂളിലൊക്കെ പഠിച്ച സമയത്ത് സ്വാഭാവികമായി പഠിക്കുമ്പോ കാണാൻ ഇഷ്ടപ്പെടുക. ഈ കണ്ട് ഇഷ്ടപ്പെട്ട പിന്നത്തെ സ്റ്റെപ്പ് എന്താ? പിന്നെന്താ, അതങ്ങ് പോകുന്നു എനിക്ക് തോന്നുന്നു. അതായത് സീരിയസ് അല്ലാത്ത കാര്യങ്ങളിലൊക്കെ വരും. നമ്മൾ കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോൾ അത്രയൊക്കെ. എന്നാലും കുഞ്ഞു കുട്ടികൾ ആരോടെങ്കിലും ഒക്കെ ഒരു ഇഷ്ടം പറഞ്ഞ് കാണുമല്ലോ. ഇഷ്ടം പറഞ്ഞാൽ അതൊക്കെ ഓർമ്മയിൽ തന്നെ ഉണ്ടാവുമെന്ന് തോന്നണില്ല. ഈശ്വര, ഇയാൾ അത്രയധികം ഇഷ്ടങ്ങൾ പറഞ്ഞോ? അത്ര അങ്ങനെയല്ല ഞാൻ പറഞ്ഞു. അതല്ല, തല്ലു മേടിച്ച് കൂട്ടിക്ക്. അല്ലല്ല, പ്രണയിക്കുന്ന പെൺകുട്ടി ഇട്ടിട്ട് വേറെ വഴിക്ക് പോവേ ഇല്ല. അതങ്ങനെ പോവില്ല. ആണല്ലേ? നമുക്ക് ആ പ്രണയമായിരിക്കും പറയാൻ രസം. അതാണ് പറയാൻ രസം. ക്ലബ് FM-ലെ ഈ പാട്ടുകൾക്ക് ശേഷം ആ പ്രണയത്തിന്റെ ചുരുളഴിക്കാം. സ്റ്റേ ട്യൂൺ ഫോർ ടൺ കണക്കിന് റൊമാൻസ്. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ റീനുവിന്റെ കൂടെ ദീപക്. പഠിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ പ്രണയിച്ചിട്ടില്ല എന്നാ പറഞ്ഞത് അല്ലേ? അപ്പൊ ഈ പ്രണയം എന്നാണ് തുടങ്ങിയത്? അതായത് ഞാനൊരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളാണ്. എഞ്ചിനീയറിംഗിന് മുമ്പ് 4 വർഷം മുമ്പ് പോണക്കായും ഇപ്പം കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ടുള്ളൂ. അപ്പം അതിന് മുമ്പ് പോണക്കായും മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് എല്ലാ ഫ്രണ്ട്സിൻ്റെയും എൻ്റെ റിലേറ്റീവ്സിൻ്റെയും അങ്ങനെയാണല്ലോ നമ്മൾ ഒരുപാട് സുന്ദരി കുട്ടികളെ കാണുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടു, സംസാരിച്ചു. അവിടെ വെച്ച് ആദ്യമായിട്ട് കണ്ടൊരു പെൺകുട്ടിയോട് പോയി സംസാരിച്ചു. എല്ലാവരും തന്നെ ഉണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് സംസാരിച്ചു. കൂട്ടത്തിലാവുമ്പോൾ നമുക്ക് ശൂരത്വം കൂടും. അങ്ങനെ അങ്ങ് തീർന്നു. പിന്നീട് ഞങ്ങൾ കാണുന്നത് 4 വർഷങ്ങൾക്ക് ശേഷം. അന്ന് കല്യാണത്തിന് കണ്ടിട്ട് പിന്നെ 4 വർഷങ്ങൾക്ക് ശേഷമാണ്. ഓക്കെ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു. അപ്പൊ പഴയ ഓർമ്മ മനസ്സിലിങ്ങനെ കോറിയിടുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഇത് അന്ന്. അപ്പൊ ആ 4 years അതൊന്ന് വിചാരിച്ചു. 4 വർഷം. ഓക്കെ, നമുക്ക് ഈ 4 വർഷത്തിൽ വെച്ച് തൽക്കാലം നിർത്താം. ഒരു പാട്ട് കേട്ട് വരുമ്പോഴത്തേനും എല്ലാം ആലോചിച്ച് വെച്ചോ. 4 വർഷത്തെ കാര്യം, അത് കഴിഞ്ഞുള്ള കാര്യങ്ങൾ. സ്റ്റേ ട്യൂൺഡ് ഫോർ ടൺ കണക്കിന് റൊമാൻസ്. കാരണം ക്ലബ് FM-ലുണ്ട് റീനുവിന്റെ കൂടെ ദീപക്.